നമ്മള് നന്ദിൽസിലേക്ക് പോകുമ്പോൾ കൈ കരുതേണ്ട സാധനം അധ്യാനുരാഗത്തിന്റെ നമ്മള് നന്ദിൽസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മോനെ ഒരു രക്ഷയുമില്ല. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് നന്ദിൽസിലേക്കാണ്. അതുകൊണ്ട് നമ്മൾ 3 പേരാണ് ഉള്ളത്. നമ്മളാണ് പോകുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് രാവിലെ അതല്ല, ശ്രദ്ധിക്കേണ്ട ഒറ്റൊരു കാര്യമേ ഉള്ളൂ. ഡിസംബറിൽ തന്നെ പോകാൻ ശ്രമിക്കുക, എന്നാലും നമുക്ക് മഞ്ഞ് കാണാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ അവിടെ ഒരു ഗേറ്റ് ഉണ്ട്, അത് 6 മണിക്ക് ഓപ്പൺ ആവുള്ളൂ. അത് 6 മണിക്ക് മുമ്പേ, അതായത് 1 മണിക്കൂർ മുമ്പേ അവിടെ എത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പിന്നെ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഉള്ളിൽ കയറാൻ ഒരുപാട് ലേറ്റ് ആവും. അപ്പം മാഞ്ഞു കാണാൻ പറ്റില്ല. പിന്നെ മലയാളിക്ക് ഒരു സ്വഭാവമുണ്ട്, 6 മണി പറഞ്ഞാൽ 9 മണിക്ക് എത്തും. പോയിട്ട് ഒരു കാര്യമില്ല. നമ്മള് പ്രവാസി എന്നെല്ലാം പറഞ്ഞ പോലെ നമ്മള് ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന ആൾക്കാർ ഈ നന്ദി ഹിൽസിൽ പൊതുവെ ആരും പോകാറില്ല, അല്ലെ? നമ്മള് നാട്ടിൽ നിന്ന് ടൂർ വന്ന ആൾക്കാരും നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ബാംഗ്ലൂരിലത്തെ ടീം, ബാംഗ്ലൂർ ജീവിക്കുന്ന ആൾക്കാർ നന്ദി ഹിൽസിലേക്ക് പോകുന്നില്ല. 90% ആൾക്കാരും നന്ദി ഹിൽസിലേക്ക് പോകുന്നില്ല എന്നുള്ള സത്യം. എന്തുകൊണ്ട്? 24 മണിക്കൂറും ജോലി സമയമില്ല. അതെ, ജോലി തിരക്കുണ്ട്. നമ്മൾ എന്തുകൊണ്ട് 6 മാസം, തീർച്ചയായിട്ടും ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ഒരു യാത്ര. ഇതിപ്പോ ആൾക്കാര് പോകുന്ന വെച്ചാല് നാട്ടിൽ നിന്ന് ആരെങ്കിലും നമ്മൾ ടൂർ വന്നാല് അവരെ കാണിക്കാൻ വേണ്ടിട്ട് നമ്മള് വഴി കാണിക്കാനും. അതല്ലാണ്ട് പോകുന്നത് വെച്ചാല് ഈ കോളേജ് പോകുന്നില്ല. കോളേജ് പിള്ളേര് മാത്രമാണ് പോകുന്നത്. നമ്മളിപ്പോ 7-8 വർഷമായിട്ട് ഇടാ. ഞാൻ 8 വർഷമായിട്ട് ഫസ്റ്റ് ടൈമാ പോകുന്നുള്ളത്. നമ്മളല്ല, നീ. അല്ല, അതൊരു സത്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്തുകൊണ്ട് ഇവിടെ ജോലി ചെയ്ത ആൾക്കാർ പോകുന്നില്ല, ഇവിടെ സെറ്റിൽ ആൾക്കാർ ഇവിടുന്ന് പോകുന്നില്ല, ഫാമിലി ആയി കഴിഞ്ഞാൽ മാരൊക്കെ നന്ദിൽസിലേക്ക് പോകുന്നില്ല, പോകുന്നത് കംപ്ലീറ്റ് പുറത്തുള്ള ആൾക്കാരാണ്. അത് എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞു, ഇതൊരു തുടക്കമാകണം നമ്മളത്. അധ്യാനുരാഗത്തിന്റെ പരിണയം കൊള്ളിക്കുന്ന പല രംഗങ്ങളിൽ നിന്ന് ഇതാ ശക്തമായി നന്ദി ഹിൽസിലേക്ക് എത്തിയിരിക്കുന്നു. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, സീഡികൾ ചില്ലറക്കാരില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞല്ലേ. ബിസിനസ് ഇനിയും തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.